ഇങ്ങനെ സാധാരണ ദൈവവചന ശുശ്രൂഷയിൽ വ്യത്യസ്തമായ നിലകളിലുള്ള ശുശ്രൂഷകളുണ്ട്. ഒന്ന്, നമ്മളുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹവും പകരത്തക്ക നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെ, ചില അത്ഭുതങ്ങളെ എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് കുളിർമ പകർന്ന് അത് നമ്മെ വിടുതലിന്റെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന നിലയിൽ തിരുവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാറുണ്ട്. മറ്റ് ഒന്നെന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന അനുഭവം. എന്നാൽ മറ്റൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിനെ അറിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുക, അതായത് അവരെ വചനത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ക്ലാസുകൾ കൊടുക്കുക. അതിലൊരു പക്ഷെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അത്ഭുതമോ ഒരു അടയാളമോ എടുത്തുവെച്ച് അവിടെ നടന്ന വിടുതലിന്റെ കാര്യം എടുത്ത് പറയുന്ന ഒരു ശുശ്രൂഷയായിരിക്കില്ല. അത് തിരുവചനം എന്താ നമ്മെ പറയുന്നു, നാം എടുക്കുന്ന വിഷയത്തിന്റെ ആധികാരികത മനസ്സിലാക്കിക്കൊണ്ട്, ആധികാരികതയിൽ നിന്നുകൊണ്ട് നമ്മെ ആ വിഷയം സംബന്ധിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാണ് ആ കാര്യത്തിലുള്ളത്. ഇവിടെ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഈ സന്ധ്യാസമയം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ മൂന്നാമത് ഞാൻ പറഞ്ഞ വചന ശുശ്രൂഷയാണ്. അത് പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ വചനം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, ആ വചനത്തെപ്പറ്റി എനിക്കൊന്നറിയണം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെപ്പറ്റി കൂടുതൽ എനിക്കൊന്ന് മനസ്സിലാക്കണം, എന്നെ രക്ഷിച്ച യേശുവിനെ പറ്റി കൂടുതൽ എനിക്കൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വാഞ്ചയോടുകൂടെ ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന അന്തരീക്ഷം. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. ചില സബ്ജക്ട് വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായെന്ന് വരത്തില്ല, ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. ചില സമയത്ത് അതങ്ങോട്ട് കേൾക്കുന്നത് അങ്ങോട്ട് ഗ്രഹിക്കാതെ വരും. എന്നാലും ഹൃദയത്തിന്റെ വാഞ്ചയാണ് ആ വിഷയം എനിക്കൊന്ന് മനസ്സിലാക്കണം, അറിയണം എന്ന താല്പര്യം. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപേ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ നടത്താൻ പോകുന്ന ഈ ക്ലാസ് ശുശ്രൂഷ ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭത്തിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള അവസരമുണ്ട്. എന്നാൽ അത് കഴിഞ്ഞുള്ള ഏകദേശം 1 മണിക്കൂർ സമയങ്ങൾ നമ്മൾ എടുക്കുന്ന വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ ആധികാരികത മനസ്സിലാക്കി വളരെ ശാന്തമായി പഠിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വചനം പഠിക്കാനുള്ള ആ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവര് ഇനിയും നമ്മുടെ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരികയും ഇതൊരു സഭയെ വ്യക്തമായ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാത്രം പറ്റി സ്പർശിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരല്ല. എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട, വിശ്വസിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ പഠനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങൾ കഴിഞ്ഞ നാളുകൾ പഠിപ്പിക്കാൻ സർവശക്തനായ ദൈവം അവസരമൊരുക്കി തന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വേദപുസ്തകത്തെ പറ്റി ചില കാര്യങ്ങൾ പഠിക്കും, ദൈവത്തെ പറ്റി ചില കാര്യങ്ങൾ പഠിക്കും, ക്രിസ്തുവിനെ പറ്റി ചില കാര്യങ്ങൾ പഠിക്കും. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൺവെൻഷനിൽ പറഞ്ഞു, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ പറ്റി അറിയുക. ക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ ആളുകൾ ക്രിസ്തുവിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്താ നമ്മൾ അറിഞ്ഞതെന്ന് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് മുഖവുര എന്താണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം, ഈ വിഷയങ്ങളെ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള, പഠിപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശം എന്താണ്. പിന്നെ സമയം അനുവദിക്കുന്ന അനുസരിച്ച് ആദ്യത്തെ നമ്മുടെ പഠന വിഷയം ഈ വിശുദ്ധ വേദപുസ്തകത്തെ പറ്റിയായിരിക്കും. വേദപുസ്തകത്തെപ്പറ്റി, വേദപുസ്തകത്തിന്റെ നിസ്തുലത, വേദപുസ്തകത്തിന്റെ ആധികാരികത, വേദപുസ്തകം എന്താണ്, ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി നമ്മൾ പ്രാരംഭ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇത് ഏകദേശം എന്റെ ചിന്തയിൽ, ഇപ്പോഴത്തെ എന്റെ ഗസിംഗിൽ ബിറ്റ്വീൻ 25 and 30, 25നും 30നും ഇടയ്ക്ക് മണിക്കൂറുകൾ ലഭിക്കാവുന്ന ഒരു ക്ലാസ്സാണ്. 25നും 30നും ഇടയ്ക്ക് എടുക്കാം എന്നെ മനസ്സിൽ
ഇങ്ങനെ ചിന്തിക്കുന്നു. 25-നും 30-നും ഇടയ്ക്ക് കിട്ടുന്ന മണിക്കൂറുകൾ ലഭിക്കുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് ഒരു തിങ്കളാഴ്ചത്തെ കോഴ്സ് കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. പ്രാരംഭത്തിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ എന്റെ ചിന്തയിൽ എല്ലാ ദിവസവും കടന്നു വന്നെങ്കിൽ മാത്രമേ, എല്ലാ തിങ്കളാഴ്ചയും കടന്നു വന്നെങ്കിൽ മാത്രമേ അതിന്റെ ആ കണ്ടിന്യൂറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ, അതിന്റെ ആ തുടർച്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു എഫേർട്ട് എടുത്ത് കടന്നു വന്ന് ക്ലാസുകൾ പഠിക്കണം എന്ന കർത്താവിന്റെ നാമത്തിൽ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സ്പർശിച്ചയക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥനയോടെ ഞാനും ദൈവസന്നിധിയിൽ നിൽക്കുന്നു. തിരുവചനത്തിലെ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ പഠനം നമുക്ക് ആരംഭിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിരുവചനം വളരെ വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും, ദൈവപുത്രനെ അറിയുന്നത് പൗലോസ് തന്നെ വളരെ വ്യക്തമായി പറയുന്നെങ്കിലും ഇവിടെ പൗലോസ് പറയുന്നത് ദൈവസഭയിൽ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ദൈവം മാറ്റിവെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് വിശ്വാസികൾ നാം എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അറിവിന്റെ ആ തികവിൽ എത്തിച്ചേരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെപ്പറ്റി ആഗ്രഹിക്കുക. മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പല ഉപദേശങ്ങൾ മുളച്ചു വരുന്ന ഈ സമയങ്ങളിൽ ഉപദേശങ്ങളുടെ കാറ്റിനാൽ അലഞ്ഞു പോകാതെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയായിത്തീർന്നു. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഈ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട 3 ഉദ്ദേശങ്ങൾ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ക്ലാസിന്റെ, ഈ കോഴ്സിന്റെ, ഇവിടെ വെച്ച് നടക്കുന്ന ഈ സ്റ്റഡിയുടെ 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അടുത്ത ആഴ്ചയിൽ ദൈവം, ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കോപ്പീസ് എടുത്ത് തന്നിരുന്നെങ്കിൽ എന്ന മനസ്സുകൊണ്ട് ചിന്തിച്ചു. അവസരം ലഭിക്കുന്നെങ്കിൽ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അതിപ്രധാനമായതും ഒന്നാമത്തതുമായ ഉദ്ദേശം, to give every believer a wealth of information about the credibility of the Christian faith. ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ ആധികാരികത, അതിന്റെ വിശ്വസ്തത, വിശ്വാസ്യത എന്താണെന്ന് വിശ്വാസികളായ നമ്മെ മനസ്സിലാക്കി തരിക. ഈ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞ പ്രിയപ്പെട്ടവര് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി, അതിന്റെ വിവരങ്ങൾ, അങ്ങനെ ഒരു സമ്പാദ്യം, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയിലെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, നമുക്കെല്ലാവർക്കും പലപ്പോഴും മനസ്സിൽ തോന്നുന്ന തോന്നലുണ്ട്, ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ണുമടച്ച് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ക്ലാസ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ആൻസർ പറയണം, ഉറങ്ങാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നാണ് പലപ്പോഴും നമ്മൾ വിശ്വസിക്കാറുള്ളത്. നമ്മുടെ വിശ്വാസം കണ്ണുമടച്ച് വിശ്വസിക്കുക. ദാറ്റ്സ് നോട്ട് റൈറ്റ്. അതല്ല ക്രിസ്തീയ വിശ്വാസം. കണ്ണുമടച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്നതിന് നമുക്ക് എവിഡൻസ് വേണം, നമുക്ക് തെളിവ് വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്. എടുത്തവരൊന്ന് വായിക്കാട്ടെ. സഹിക്കുന്നു. മതി, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ whom I have believed. എനിക്ക് നല്ല തിട്ടമുണ്ട് ആരെയാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു. എങ്ങനെ? ആഴിയെന്നോർത്തില്ല, ആഴാരാഞ്ഞില്ല, അങ്ങ് ഇറങ്ങിയെന്ന്. ദാറ്റ്സ് ട്രൂ. പക്ഷേ എങ്കിൽ ആര് വിളിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വിളിച്ചവനെ പറ്റിയുള്ള അറിവ് വിശ്വാസികൾക്കുണ്ടായിരിക്കണം. വിളിച്ചവനെ പറ്റിയുള്ള അറിവില്ല എങ്കിൽ
നമ്മളായിരിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഒരിക്കലും നമ്മുടെ മൈൻഡ് റിജക്ട് ചെയ്യുന്ന കാര്യത്തെ നമ്മുടെ ഹൃദയത്തിന് സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല. നോ, നെവർ. അവർ ഹാർട്ട് cannot rejoice in what our minds reject. നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് റിജക്ട് ചെയ്യുന്ന, ഞാനിപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ആ യേശു തമ്പുരാൻ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ പറഞ്ഞെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷെങ്കിൽ 99% ആളുകളും കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേക്കാം. എന്നാൽ ഒരു വ്യക്തിയെങ്കിലും ചിലപ്പോൾ കണ്ടേക്കാം, ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അവന് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറ്റാത്ത ഒരാൾ കണ്ടേക്കാം. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? ഈ 99% ആളുകളും യേശു മാത്രമേ ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ മനസ്സ്, അവരുടെ ബ്രെയിൻ അത് സ്വീകരിച്ചു, അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് അവരുടെ ഹൃദയം സന്തോഷിച്ചിട്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞത്. അതേസമയം മനസ്സത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും കൈ ഉയർത്തി അതിന് ഹല്ലേലൂയ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന് ലോജിക്കലായിട്ട് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പാടില്ല ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് എ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന്, ബട്ട് ഇറ്റ് ഈസ് എൻ ഇന്റലിജന്റ് ഫെയ്ത്ത്. ഇത് ബുദ്ധിപരമായി തന്നെ തെളിയിക്കാവുന്ന വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. ലോകത്തിലെവിടെയും ഏത് ജാതിയുടെ മുന്നിലും, ഏത് മതസ്ഥന്റെ മുന്നിലും, ഏത് നിരീശ്വരവാദിയുടെ മുന്നിലും, ഏത് ഫിലോസഫറുടെ മുന്നിലും വ്യക്തമായ തെളിവുകളോടുകൂടി തെളിയിക്കാവുന്ന വിശ്വാസമാണ് ഞാനും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. മനസ്സ് അത് ഏറ്റെടുത്തെങ്കിൽ, ഹൃദയം സന്തോഷിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഉദാഹരണം പൗലോസ് അപ്പോസ്തലനാണ്. ഏഥൻസിന്റെ മുന്നിൽ അഥേനയിൽ ചെന്നു നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ മുന്നിൽ നിന്നാണ് സംസാരിച്ചത്. അവരൊരിക്കലും നേരത്തെ യേശുവിനെ പറ്റി അറിഞ്ഞിരുന്നില്ല. അവരറിഞ്ഞ്, അവർ മനസ്സിലാക്കി, അവരുടെ ബ്രെയിൻ മുഴുവൻ നിറച്ചു വച്ചിരുന്ന തത്വചിന്തയെ തിരിച്ചു കുറിച്ചുകൊണ്ട് റാഷണലായിട്ടുള്ള ആർഗ്യുമെന്റിലാണ് പൗലോസ് അപ്പോസ്തലൻ യേശുവാണ് നിങ്ങൾ ഈ അറിയാതെ ആരാധിക്കുന്ന ദൈവം എന്ന് തെളിയിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം ഈ ഹോളിൽ വന്നിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ, യേശു തമ്പുരാനിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഈ കോഴ്സ് ഇവിടെ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു എന്നും എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ബുദ്ധിപരമായി തന്നെ തെളിയിച്ചു കൊടുക്കാൻ, പ്രാപ്തരാക്കുവാൻ ഈ കോഴ്സ് നമ്മെ സഹായിക്കുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. അതിന് സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. രണ്ടാമത് മറ്റൊരു കാര്യം, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നാം എന്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നുവെന്ന് നമുക്ക് തന്നെ അഷ്വറൻസ് തരികയല്ല. രണ്ടാമത് മറ്റൊരു ഉദ്ദേശം, ടു പ്രിപ്പയർ ദ ബിലീവേഴ്സ് ടു കേറ്റർ ദി ഇന്റലക്ച്വൽ തേഴ്സ്റ്റ് ഓൺ ക്രിസ്ത്യാനിറ്റി. മറ്റുള്ളവരുടെ ഇന്റലക്ച്വൽ തേഴ്സ്റ്റ്, ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള അവരുടെ ബുദ്ധിപരമായ ദാഹം, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ദാഹം, ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ വിശ്വാസികളെ, ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വരുന്ന ആളുകളെ പ്രിപ്പയർ ചെയ്യുക എന്ന ഉദ്ദേശം ഈ കോഴ്സിനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ള ആളുകൾ ബുദ്ധിപരമായിട്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളുടെ രക്ഷപ്പെടുന്ന ഒരു വാക്യമുണ്ട്. എന്താ രക്ഷപ്പെടുന്ന വാക്യമെന്നറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ നമ്മൾ പറയും തർക്കവും വാദവും. പറഞ്ഞ ബാക്കി ഒന്ന് ഫുൾഫിൽ ചെയ്തേ, ഇപ്പൊ ഒന്ന് ഫില്ല് ചെയ്തേ. തർക്കവും വാദവും ദൈവസഭയ്ക്കില്ല. വാസ്തവമാണ്, തർക്കവും വാദവും എന്തില്ല? ദൈവസഭയ്ക്കില്ല. പക്ഷേ അറിയാൻ ആഗ്രഹത്തോടുകൂടി ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന പ്രിയപ്പെട്ടവരോട് തർക്കവും വാദവും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് മാറുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. യെസ്, നിന്റെ ആ ഇന്റലക്ച്വൽ ടേസ്റ്റിനെ, നിന്റെ ബുദ്ധിപരമായ ദാഹത്തെ, അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തെ ഫുൾഫില്ല് ചെയ്യുവാൻ എനിക്ക് നിന്റെ മുൻപ് തെളിവ് നിരത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ തെളിവുകൾ നിരത്തത്തക്ക നിലയിൽ ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ ഒരുക്കിയെടുക്കുക എന്ന ഉദ്ദേശം ഇവിടെ നടത്തുന്ന ഈ ബൈബിൾ സ്റ്റഡിയിലുണ്ട് എന്ന് വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ. ഒരിക്കലും ഒരു ഇന്റലക്ച്വൽ അരഗൻസിനെ, ആളുകളുടെ ഇന്റലക്ച്വൽ അഹങ്കാരത്തെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കുടുത്തനായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ ഏതോ ജ്ഞാനിയാണെന്ന് ചിന്തിച്ചു വരുന്ന ആളുകളുണ്ട്. അവരുടെ ആ ചിന്തകളെ പാൻഡർ ചെയ്യുക, അല്ലെങ്കിൽ
അവരുടെ ഏത് ചിന്തയോ അതനുസരിച്ച് മുന്നോട്ട് പോകാനല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. നമ്മൾ പിന്നെ ശ്രമിക്കുന്നത് ഇതിനെ ഒന്ന് അവർക്ക് വേണ്ടുന്ന കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളത് കൊടുക്കത്തക്ക നിലയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദൈവമക്കളെ ഒരുക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. കാരണം എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേൾക്കാതെങ്ങനെ വിശ്വസിക്കും? എങ്ങനെ പറയാതെങ്ങനെ കേൾക്കും? പ്രസംഗിക്കാതെങ്ങനെ കേൾക്കും? അയക്കാതെങ്ങനെ പ്രസംഗിക്കും? അപ്പൊ ഇതിന്റെ ആദ്യത്തെ തന്നെ ശ്രമിച്ചു നോക്കിയേ. കേട്ടിട്ട് മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പറയാതെങ്ങനെ കേൾക്കുന്നത്? കേൾക്കാതെങ്ങനെ വിശ്വസിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ അയക്കാതെങ്ങനെ പ്രസംഗിക്കുന്നത്? പൗലോസ് അപ്പോസ്തലന്റെ ആ അകത്തെ ആഴത്തിലെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നടത്തണമെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സുവിശേഷീകരണം നടത്താറുണ്ട്. എങ്ങനെ സുവിശേഷീകരണം എന്നറിയാമോ? ഞങ്ങൾ ഇന്ന് സ്ലമ്മിൽ 2000 ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങൾ 500 വീടുകൾ കയറി സുവിശേഷം പറഞ്ഞു. വാസ്തവത്തിൽ എന്താ നടന്നെന്നറിയാമോ? ആ സ്ലമ്മിൽ ഓടി നടന്ന് എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ സ്ലമ്മിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ഓടി നടന്ന് സുവിശേഷം പറഞ്ഞു. വാസ്തവമാണ്. പക്ഷേ അവന്റെ മനസ്സിന് കൺവിക്ഷൻ വരുന്നിടം വരെ അവൻ അത് വിശ്വസിച്ചിട്ടില്ല. പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് വ്യക്തമായിട്ട് നമ്മുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞാൻ ഒരു ഹിന്ദുവിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, സഹോദര, ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നുമല്ല ദൈവം, യേശു മാത്രമേ ഉള്ളൂ ദൈവം, യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും പറയാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോരും. എന്നാൽ അതുകൊണ്ട് യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി സുവിശേഷീകരിക്കപ്പെടണമെന്നില്ല. കാരണം പറയുന്ന എല്ലാ തത്വങ്ങളും നമ്മൾ അംഗീകരിക്കാറില്ലല്ലോ. നമുക്കിതുവരെ അപരിചിതമായ ഏതെങ്കിലും ഒരു തത്വം ഞാനിവിടെ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, അതിന്റെ മുൻപാകെ സമർപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, നിങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടാകണം. ആ വിശ്വാസം വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ അവന്റെ ബുദ്ധിയും അവന്റെ മനസ്സും അവന്റെ ആത്മാവും എല്ലാം കൂടെ സമർപ്പിക്കപ്പെടണമെങ്കിൽ ബുദ്ധിപരമായി തന്നെ ലോജിക്കലായി തന്നെ അവനോട് ഇടപെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ എല്ലാവർക്കും പറയാവുന്ന സുവിശേഷമാണ്, യേശു എന്നെ രക്ഷിച്ചു നിങ്ങളെയും രക്ഷിക്കും. അതൊരു പക്ഷെങ്കിൽ അവന്റെ ആ തേർത്ത് വളർത്തുന്നതിനൊരു വാചകമായിരിക്കാം, അവന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാൻ ഒരു വാചകമായിരിക്കാം. അതുകൊണ്ട് അവനെ സുവിശേഷീകരിച്ചെന്നാലും കണക്കാക്കരുത്. ഒരു മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ അവൻ ആ വിശ്വാസത്തിന്റെ പോയിന്റിൽ എത്തുന്നിടം വരെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വിശ്വാസികൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഈ കോഴ്സ് ഇവിടെ നടത്തുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ടുന്ന കാര്യം, മറ്റുള്ള വ്യക്തിയെ ഒരു ഇന്റലക്ച്വൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരുവാൻ, ബുദ്ധിപരമായി തന്നെ അവന്റെ ഓൺ ഡിസിഷനിലുള്ള ഇമോഷണൽ ഡിസിഷനിലല്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ പലപ്പോഴും നമ്മളെല്ലാം പലതും രക്ഷയിലേക്ക് വരാൻ മുഖാന്തരമാണ്. ഞാനിപ്പോൾ യേശു തമ്പുരാന്റെ ക്രൂശിനെ ഇവിടെ വരച്ചു കാണിച്ചു, ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. ലാസ്റ്റിൽ കൈ ഉയർത്താൻ ഞാൻ പറയാറുണ്ട്. ദൈവമക്കളാരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ കൈ ഉയർത്താൻ പറയാറുണ്ട്. ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ വർണ്ണിക്കുന്ന വർണ്ണനയും ഞാൻ ഈ പറയുന്ന ആ പ്രസന്റേഷന്റെയും ആ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഈ കേൾക്കുന്ന വചനത്തിന്റെ മുൻപാകെ കൈ ഉയർത്താറുണ്ട്. എന്നാൽ ആ കൈ ഉയർത്തിയ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് കണക്കാക്കാൻ പറ്റുകയില്ല. കാരണം അവൻ കൈ ഉയർത്തിയെന്ന് വെച്ച് അവൻ രക്ഷിക്കപ്പെട്ടില്ല. കൈ ഉയർത്തിയത് ഒരു പക്ഷെങ്കിൽ അവന്റെ രക്ഷിക്കപ്പെടലിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു തുടക്കമായി വന്നേക്കാം. എന്നാൽ അവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവന്റെ മനസ്സിനെ ടച്ചിയത്തക്ക നിലയിൽ, ഇത് വാസ്തവമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കത്തക്ക നിലയിൽ അവനെ നിലനിർത്തുന്നതാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ, മറ്റൊരു കാര്യം പറഞ്ഞാൽ വിശദീകരിപ്പാൻ ധാരാളം മുന്നിലുണ്ട്. തിരുവചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ രക്ഷയെപ്പറ്റി കർത്താവ് തന്നെ പറഞ്ഞത് 3 വ്യത്യസ്തമായ കാര്യങ്ങളിലാണ്. ഒന്ന്,
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മാത്രമല്ല, കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് രണ്ട് ഘട്ടങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന, ഒരു മനുഷ്യൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, എന്റെ കർത്താവായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു. രണ്ടാം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? പക്ഷെ അതോടെ രക്ഷ അവസാനിക്കുന്നില്ല. എന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നേ ഉള്ളൂ. മൂന്നാമത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു വ്യക്തി അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ അവൻ അറിയുന്ന വിശ്വാസം എന്താണെന്ന് അവന് ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ അവസാനം വരെ സഹിച്ചു നിൽക്കത്തക്ക ഹൃദയത്തിന്റെ ഉറപ്പ് കൊടുക്കത്തക്ക നിലയിൽ വേണം അവനെ പഠിപ്പിച്ചെടുക്കുവാൻ. അതൊരു വിശ്വാസികളെ പ്രിപ്പയർ ചെയ്യുവാൻ ഈ കോഴ്സ് സഹായിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതും ഇന്ന് വളരെ അത്യാവശ്യമായതുമായ കാര്യമാണ്. മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ടു പ്രിപ്പയർ ബിലീവേഴ്സ് ടു മേക്ക് ഗുഡ് ഡിഫൻസ് ഓഫ് ദെയർ ഫെയ്ത്ത്. വിശ്വാസികളെ അവരറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് നല്ല ഡിഫൻസ് ഉണ്ടാക്കുക. അതായത് അവരറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് എതിരായിട്ട് ഉപദേശങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കത്തക്ക നിലയിൽ പ്രിപ്പയർ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, നീ രക്ഷിക്കപ്പെട്ടു, രക്ഷ യേശുവിൽ മാത്രമേ ഉള്ളോ? രണ്ട് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതൊരു ശരിയാ, രക്ഷ എനിക്ക് അത്ര നല്ലൊരു അറിയത്തില്ല, ഞാനൊന്ന് പഠിച്ചിട്ട് വരട്ടെ. പറഞ്ഞ രാശി മനസ്സിലായി? അപ്പൊ ഒരാള് രക്ഷ യേശുവിൽ മാത്രമല്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ, അല്ല സഹോദര, നീ പറയുന്ന ഉപദേശം തെറ്റാണ്, നിനക്കെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കയില്ല, തിരുവചനത്തിന്റെ ഉപദേശം ഇത് തന്നെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. മാത്രമല്ല, ഇപ്പോൾ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് തൃത്വത്തിന്റെ ഉപദേശം. തൃത്വത്തെ റിജക്ട് ചെയ്യുന്ന രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികളിൽ പുത്രന് ദൈവത്വം കൽപ്പിക്കാത്ത ആളുകളാണ് യഹോവ സാക്ഷികൾ. യേശുവിൻ നാമക്കാർ അല്ലെങ്കിൽ യുണൈറ്റഡ് പെന്റിക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തിത്വങ്ങളായി കാണുവാൻ കഴിയാതെ യേശുവിനെ മാത്രം അംഗീകരിക്കുന്ന കൂട്ടർ. ഈ രണ്ട് കൂട്ടരും നമ്മുടെ അടുക്കൽ വന്ന് അവിടുത്തെ ഇവിടുത്തെ മുറിവാക്യങ്ങൾ എടുത്തുകൊണ്ട് പശ്ചാത്തലങ്ങൾ ഒന്നും പറയാതെ ഇന്ന വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആകെപ്പാടെ അങ്ങ് കുഴഞ്ഞു മറിയുക. അത് ശരിയാണല്ലോ അവൻ പറഞ്ഞത്. അപ്പോ ഒരു ശരിയാ. തൃത്വം, മൂന്ന് ദൈവങ്ങളുണ്ടോ? അവരൊറ്റ ചോദ്യത്തിൽ തന്നെ കടന്ന് പറക്കുക. തൃത്വം എന്ന കൺസെപ്റ്റിൽ തന്നെ നമ്മുടെ അടുക്ക വരുമ്പോൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ എന്തോ പറയുന്നത്? തൃത്വം എന്ന വിശ്വാസം നിങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തിരിച്ചു ചോദ്യം, തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് പേര്. അങ്ങനെയെങ്കിൽ മൂന്ന് ദൈവങ്ങളല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാ? ബഹുദൈവ വിശ്വാസികൾ. ഉടനെ ക്രിസ്ത്യാനി കുഴയുക, ചുരുളുക. ഇങ്ങനെ വരാതിരിക്കാൻ, മങ്ങാതിരിക്കാൻ ദുരുപദേശങ്ങളുടെ നുഴഞ്ഞു കയറ്റങ്ങൾ നമ്മുടെ മധ്യ ഉണ്ടാകുമ്പോ ഇങ്ങനെയല്ല, ഇതാണ് വ്യക്തം, ഇതാണ് വാസ്തവമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിവാദം പറയുക. മുമ്പേ പറഞ്ഞ വാക്യം മാത്രമല്ല വേദപുസ്തകത്തിലുള്ളത്. ഏതാ? അറിവിത്ത് നിങ്ങൾ എന്റെ കൂടെയാണോ? തർക്കവും വാദവും ദൈവസഭയ്ക്കില്ല എന്ന വാക്യം മാത്രമല്ല വേദപുസ്തകത്തിലുള്ളത്. പെട്ടെന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയോട് ന്യായം ചോദിക്കുന്ന ഏവനോടും അവന്റെ ചെവിക്കൽ നടിക്കണമെന്നല്ല, ആണോ? അവനെ ഉപദ്രവിക്കണമെന്നല്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? വളരെ സൗമ്യതയോടെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് എന്താ പറയണമെന്ന പ്രതിവാദം. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിഫൻസ് എന്ന്. ഡിഫൻസ് എന്ന വാക്ക് 8 പ്രാവശ്യം പുതിയ നിയമത്തിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളെല്ലാം പറയുന്നില്ല.
8 പ്രാവശ്യം പുതിയ നിയമത്തിൽ മാത്രം പ്രതിവാദം പറയുക, തന്റെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും എഴുതുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം റെഫറൻസ് പറഞ്ഞു വിടുന്നു. ആക്ട്സ് 22:1, 25:16, 1 Corinthians 9:3, 2 Corinthians 7:11, Philippians chapter 1 verse 7 and 2 verse. Okay. Acts 22:1, 25:16, 1 Corinthians 9:3, 2 Corinthians 7:11, Philippians chapter 1 verse 7 and 16, 2 Timothy chapter 4 verse 16. ഇങ്ങനെ 8 വേദഭാഗങ്ങളിലായി തങ്ങളുടെ വിശ്വാസത്തെ പറ്റി പ്രതിവാദം പറയുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ, യൂദയുടെ ലേഖനം പഠിച്ചാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? യൂദ ആദ്യം പേനയും പേപ്പറും എടുത്തത്, അന്ന് പേനയും പേപ്പർ ആയിരുന്നെങ്കിൽ എടുത്തത്, യൂദ അവിടെ പറയുന്നത് നമ്മളിൽ ഉള്ള രക്ഷ, ദൈവം നമുക്ക് സൗജന്യമായി തന്ന രക്ഷ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതണമെന്ന് വിചാരിച്ചാണ് ഞാൻ പേനയും പേപ്പറും എടുത്തത്. പക്ഷെ അന്നേരമാണ് ദുരുപദേശം കൊണ്ട് ചില നുഴഞ്ഞു കയറ്റക്കാർ നിങ്ങളുടെ കയറി ഞാൻ അറിഞ്ഞത്. അപ്പൊ രക്ഷയെപ്പറ്റി കാൽവറി ക്രൂശിൽ യേശു തമ്പുരാനിലൂടെ പിതാവായ ദൈവം നൽകി തന്ന രക്ഷയെപ്പറ്റി സഭയ്ക്ക് എഴുതണമെന്ന വലിയ വാഞ്ചയോടുകൂടിയാണ് താൻ എഴുത്തു തുടങ്ങിയതെങ്കിലും പെട്ടെന്ന് കേട്ടു ദൈവസഭയ്ക്ക് ദോഷം വരുത്തുന്ന, ദുരുപദേശം കൊണ്ടുവരുന്ന, നമ്മുടെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന ചില ദുരുപദേശക്കാർ ഏതിനകത്ത് കയറിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ, ദൈവിക വചനത്തിന്റെ വിശ്വാസത്തിനെതിരെ പോരാടാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ താൻ ലേഖനം എഴുതുകയാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നിൽക്കാൻ വിശ്വാസികൾ സന്നദ്ധരായിരിക്കണം. കാരണം നമ്മെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ, വിശ്വാസത്തിൽ നിന്ന് തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു വലിയ ആയുധമാണ് ദുരുപദേശങ്ങളെ ദൈവസഭയ്ക്കകത്തേക്ക് കടത്തിവിടുക എന്നുള്ളത്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വചനം എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അതിനെതിരെ വരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ അതിനെതിരെ വരുന്ന കാര്യം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ടു മേക്ക് ഗുഡ് ഡിഫൻസ്. ഈ ഭാഗം വിടുന്നതിന് മുൻപേ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ ഈ ഗുഡ് ഡിഫൻസ് കൊണ്ടും നമ്മുടെ ഈ ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ് കൊണ്ടുമല്ല ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഞാനിവിടെ ഇത് പഠിപ്പിക്കുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഈ പഠിപ്പിക്കുന്ന കാര്യവും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഒരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ് അല്ല, നമ്മുടെ റീസണിംഗ് കപ്പാസിറ്റി അല്ല. ഒരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ ഹൃദയത്തെ തുറക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഈ തരുണത്തിൽ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്, ഒരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് തുളച്ച് കയറി ചെല്ലുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി പ്രസംഗിക്കുമ്പോഴും താൻ ലുദിയയെ പറ്റി ഫിലിപ്പിലുള്ള ലുദിയെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം വളരെ റാഷണലായിരുന്നു, വളരെ ലോജിക്കലായിരുന്നു, വളരെ കൺവിൻസിംഗ് ആയിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ ആദ്യത്തെ കൺവേർട്ട്, ഫിലിപ്പ് ചർച്ചിലെ ആദ്യത്തെ കൺവേർട്ട് ലുദിയയുടെ ഹൃദയത്തെ തുറന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിന്റെ ലോജിക്കൽ ആർഗ്യുമെന്റിനെ, റാഷണൽ എവിഡൻസസിനെ നമ്മൾ ബൈഹേർട്ടാക്കി
നമ്മൾ നല്ലതുപോലെ പഠിച്ചിരിക്കണമെന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ റീസണെ ദൈവം ഉപയോഗിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവാണ് ആളുകളെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ പഠനത്തിൽ ഈ 3 ഉദ്ദേശങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് കാണാതെ നമ്മുടെ പഠനത്തിൽ ഈ 3 ഉദ്ദേശങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് കാണാതെ പറയാമോ ഈ 3 ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന്? ഇപ്പൊ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എഴുതിയവര് ഒന്ന് പറഞ്ഞാട്ടെ. ആളുകൾക്ക് വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കുക, അവരുടെ വിശ്വാസത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക്, അത് ആർക്കാ? വിശ്വാസികൾക്ക്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിന്റെ ഉദ്ദേശം അവരെന്ത് വിശ്വസിക്കുന്നു അത് സത്യമാണെന്ന് തെളിയിക്കത്തക്ക നിലയിൽ, അതിന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത തെളിയിക്കത്തക്ക നിലയിൽ തെളിവുകൾ കൊടുക്കുക. രണ്ടാമത്തെ ഉദ്ദേശം, മറ്റുള്ള ആളുകളുടെ ബുദ്ധിപരമായ റാഷണലായ തേസ്റ്റിനെ കേറ്റർ ചെയ്യുക, അവരുടെ ആവശ്യത്തെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. അത് ബുദ്ധിപരമായി തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. മൂന്നാമത്തെ പർപ്പസ്, ടു മേക്ക് എ ഡിഫൻസ്, ഗുഡ് ഡിഫൻസ്, നല്ല പ്രതിവാദം കഴിപ്പാൻ. വിശ്വാസത്തിനെതിരെ വരുന്ന ദുരുപദേശങ്ങൾക്കെതിരെ നല്ല പ്രതിവാദം കഴിപ്പാൻ നമ്മളെ എക്യുപ്പ് ചെയ്യുക എന്ന ചിന്തയാണ് ഈ കോഴ്സിൽ ഉള്ളത്. പ്രാരംഭ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ മുഖവുര പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ പ്രാരംഭത്തിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഓർപ്പിച്ചതുപോലെ, ഇറ്റ് ഈസ് ഓൺ ദ ഡോക്ട്രിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ഉപദേശത്തെ പറ്റിയാണ് പ്രാരംഭത്തിൽ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ മുഖവുര ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോഴ്സിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ തിരുവചനത്തിന്റെ നിസ്തുലത, തിരുവചനത്തിന്റെ കാനനൈസേഷൻ, അതായത് ഈ 66 പുസ്തകങ്ങൾ എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് അപ്പോക്രിഫൽ ബുക്കുകൾ, കത്തോലിക്ക ബൈബിളിൽ കാണുന്ന അപ്പോക്രിഫ ബുക്കുകൾ, അഡീഷണൽ ആയി ചേർക്കപ്പെട്ടിരിക്കുന്ന ബുക്കുകൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനമായി അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല, അതിന്റെ കാരണങ്ങൾ. മാത്രമല്ല, ഈ പുസ്തകം മറ്റൊരു പുസ്തകം പോലെയല്ലേ, ഇത് എങ്ങനെയാണ് ആധികാരികമുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ അനുസരിക്കണം, ഇത് അധികാരമുള്ളതാണ്, ഇതിന്റെ അതോറിറ്റി എന്താണെന്ന് തെളിയിക്കുക. ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ അടുത്ത തിങ്കളാഴ്ച മുതൽ ഇവിടെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല സംശയങ്ങളും ചോദിക്കുന്നതിനും അത് ക്ലാരിഫൈ ചെയ്യുന്നതിനും ഞാൻ പറയട്ടെ, ഇപ്പൊ തന്നെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് എഴുതി ഇങ്ങ് തന്നാൽ, ഒരു പക്ഷെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിൽ പോലും ഒരാഴ്ച സമയം എനിക്ക് കിട്ടുമല്ലോ. അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യന് ഉത്തരം ക്ലാരിഫൈ ചെയ്യത്തക്ക നിലയിൽ അങ്ങനെയാണ് ക്രമീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിന്റെ ഉപദേശം. അതങ്ങ് ഓഫ് ചെയ്തത്, സൈലന്റിലിട്ടത്. ഒരു പ്രത്യേക റിക്വസ്റ്റ് നേരത്തെ ആരുടെയാണെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഈ ബൈബിൾ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യുക, മൊബൈൽ അങ്ങ് സൈലൻസിലിട്ടാൽ, ഓഫ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, സൈലൻസിലിട്ടാൽ നിശ്ചയമായിട്ടും ക്ലാസിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതുപോലെ ഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ടാൽ അതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ. എല്ലാ മീറ്റിങ്ങുകളിലും, പ്രാർത്ഥന മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് സൈലൻസിലിടാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കോഴ്സ് സബ്ജക്ട് നമ്മൾ ആരംഭിക്കുന്നത്, അതിന് ഒരു ടൈറ്റിലായിട്ട് പറഞ്ഞാൽ തിയോളജി, ക്രിസ്റ്റോളജി, ന്യൂമറ്റോളജി എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് ഓൺ ബിബ്ലിയോളജി, ഇറ്റ്സ് ഓൺ ബൈബിൾ, ദ ബൈബിൾ, ദ സ്റ്റഡി ഓഫ് ദ ബൈബിൾ. ലോജി എന്ന വാക്ക് അവസാനം വരുന്നത് ലോഗോസ് എന്ന വാക്കിൽ നിന്നാണ്. സ്റ്റഡി ഓർ സയൻസ് എന്ന വാക്കാണ്, സ്റ്റഡി ഓർ സയൻസ്. അതുകൊണ്ട് തന്നെ ബിബ്ലിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓർ സയൻസ് ഓൺ ദ ബൈബിൾ. തിയോളജി എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഇറ്റ്സ് എ സ്റ്റഡി ഓർ സയൻസ് ഓൺ ഗാഡ് എന്നാണ് സാധാരണ ലിറ്ററലായിട്ട് വരേണ്ടത്. ഇറ്റ്സ് ഓൾ ഓൺ ദ ഡിവൈൻ മാറ്റേഴ്സ്, ഡിവൈൻ സബ്ജക്ട്, സ്വർഗീയമായ ദൈവികമായ സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നതിനാണ് തിയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ സ്റ്റഡിയുടെ ഫസ്റ്റ് പാർട്ട്, ഇറ്റ് വിൽ ബി ഓൺ ബിബ്ലിയോളജി ഓർ ദ ഡോക്ട്രിൻ ഓൺ ദി വേർഡ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം 3 നിലകളിലാണ് മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു ഇതൊരു ഉണർവ് പ്രസംഗമല്ല, അതുകൊണ്ട് ആരും ആ നിലയിൽ ചിന്തിക്കരുത്. വളരെ സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കാനുള്ള മൈൻഡോടുകൂടെ ഇരിക്കുക. ദൈവത്തിന്റെ വചനം 3 നിലകളിൽ
മനുഷ്യന് വെളിപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഇറ്റ്സ് ഇൻ എ പേഴ്സണൽ ഫോം. ഒരു മനുഷ്യ രൂപത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെട്ടു. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ വേർഡ് ഓഫ് ഗാഡ് ഇസ് റിവീൽഡ് ഇൻ ജീസസ് ഹിംസെൽഫ്. യേശു തമ്പുരാനിൽ തന്നെ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി അത്രയും പറഞ്ഞതുകൊണ്ട് അത് യേശുവാകണമെന്ന് നിർബന്ധമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവാണെന്നാണോ? അല്ല. എന്നാൽ യേശുവാണെന്ന് അടുത്ത തെളിവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഈ വചനം ജഡമായി തീർന്നു, എന്നിട്ട് എന്ത് ചെയ്തെന്ന്? മനുഷ്യരുടെ ഇടയിൽ. അപ്പോൾ വചനം ജഡമായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ കൃപയോടും സത്യത്തോടും ജ്ഞാനത്തോടും കൂടെ നടന്നത് യേശു തമ്പുരാനല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ വചനം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വെളിപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശുവിലാണ്. അതിന് യാതൊരു തർക്കവും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് യേശു തമ്പുരാൻ സാക്ഷാൽ വചനമായി നമ്മുടെ അടുക്കൽ വന്നു. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, ആ ഒരു ഭാഗം മാത്രമല്ല യേശു ദൈവവചനമാണെന്ന് തെളിയിക്കുന്നത്. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അടുത്തത്, അവന് ദൈവ വചനം എന്ന് പേർ. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, രക്തം തളിച്ച ഉടുപ്പുമായി പ്രത്യക്ഷപ്പെടുന്നത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട യേശു തമ്പുരാനല്ലാതെ മറ്റാരുമല്ല. ഞാനിങ്ങനെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, യേശു തമ്പുരാൻ മാനവരാശിയുടെ രക്ഷയുടെ കാര്യങ്ങൾ ഇവൻ 4-5-ാം അധ്യായത്തിൽ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാൻ യോഗ്യനായിട്ട് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കിടന്ന് അവിടെ ദൈവിക ദൂതന്മാർ സ്വർഗീയവാസികൾ കിടന്ന് കരയുമ്പോ ഒരു ദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞു? ഭയപ്പെടേണ്ട, ദാവീദ് ഗോത്രത്തിലെ സിംഹം അവൻ വന്നെന്ത് ചെയ്തോളും, അവൻ ഈ പുസ്തകം വാങ്ങും. സ്വർഗീയവാസിയിലെ ദൂതൻ പറയുന്നത്, ഈ മുദ്ര പൊട്ടിക്കത്തക്ക നിലയിൽ, ഈ പുസ്തകം വാങ്ങിക്കത്തക്ക നിലയിൽ, ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കത്തക്ക നിലയിൽ ആരാ വരാൻ പോകുന്നത്? ദാവീദ് ഗോത്രത്തിലെ സിംഹം. എന്നാൽ 5-ാം അധ്യായം പഠിച്ചാൽ ഒരു സിംഹമല്ല വന്നത് ഈ പുസ്തകം വാങ്ങാൻ. ദൂതൻ പറഞ്ഞത് ഒരു സിംഹം വരുമെന്ന്. പക്ഷെങ്കിൽ അതിന്റെ തൊട്ട് താഴ്ത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഞാൻ കണ്ടെന്ന. ആ കുഞ്ഞാട് വന്നപ്പോൾ എല്ലാവരോട് വിളിച്ചു പറഞ്ഞു, അതേ, മുദ്ര പൊട്ടിപ്പാനും ഈ പുസ്തകം തുറക്കാനും ആരാ യോഗ്യൻ? കുഞ്ഞാട്. നീ യോഗ്യനാകുന്നു, അവൻ യോഗ്യനാകുന്നു. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? യേശു തമ്പുരാൻ സിംഹമല്ലാത്തത് കൊണ്ടാണോ? അതെ, അവൻ സിംഹമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ, ദൈവമക്കളുടെ പേരടങ്ങിയിരിക്കുന്ന, അല്ല, ഭൂമിയിലെ ന്യായവിധി നടത്തുവാൻ, അതിന്റെ ക്രോധ കലശത്തിന്റെ എണ്ണമടങ്ങിയിരിക്കുന്ന ഈ ന്യായവിധിയുടെ പുസ്തകം പൊട്ടിക്കുവാൻ സിംഹരൂപത്തിലിരിക്കുന്ന ദൈവത്തിനല്ല കഴിയുന്നത്. സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട കുഞ്ഞാടിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഈ പുസ്തകം തുറക്കപ്പെടുന്നത്. യേശു തമ്പുരാൻ ഈ ഭൂമിയെ ന്യായം വിധിക്കാനുള്ള അധികാരം പിതാവായ ദൈവം സകല അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്ന? പുത്രന് കൊടുത്തിരിക്കുന്നു. അതിന്റെ കാരണം എന്താ? സകല അധികാരവും, ലോകത്തെ ന്യായം വിധിക്കാനുള്ള സകല അധികാരവും പുത്രന് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ മാത്രമേ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശി ന്യായവിധിയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി, ന്യായവിധിയിൽ അവർ നശിക്കാതിരിക്കാൻ വേണ്ടി, നിത്യ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി സ്വന്തമായി തകർക്കപ്പെട്ടത്, ജീവനെ കൊടുത്തത്, രക്തം ചിന്തിയത് ഈ കുഞ്ഞാടായ യേശുക്രിസ്തു മാത്രമായതുകൊണ്ടാണ് ഈ ഭൂമിയെ ന്യായം വിധിക്കാനുള്ള അധികാരവും ക്രിസ്തുവിന് മാത്രമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഈ കുഞ്ഞാടിന്റെ പേരെന്താ? വെളിപ്പാട് പുസ്തകം പറയുന്നു അവന്റെ പേർ ദൈവവചനം. ദൈവവചനം. അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ ദൈവവചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടി. രണ്ടാമത് ഇൻ സ്പീച്ച് ഫോം എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. സംസാര ഭാഷയിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഖുറാനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അവിടുന്ന് സംസാരിച്ചു, അത് മൊത്തം എന്ത് ചെയ്തു? ഇങ്ങനെ ദൈവം സംസാരിച്ചപ്പോൾ മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ചു സംസാര ഭാഷയിൽ കിട്ടിയതാണ്. അങ്ങനെയല്ല. ഇവിടെ സംസാര ഭാഷ എന്നുദ്ദേശിക്കുന്നത് പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന്, ദൈവത്തിന്റെ വചനം ഭൂമിയിൽ വെളിപ്പെട്ടത് ഇറ്റ്സ് ഇൻ എ പവർഫുൾ ക്രിയേറ്റീവ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉത്ഭവിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനം ഭൂമിയിൽ വെളിപ്പെട്ടു. ഏതെങ്കിലും കാര്യത്തിന്റെ സൃഷ്ടിക്ക് കാരണമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ. അതെങ്ങനെ ഉണ്ടായത്? ദൈവത്തിന്റെ വചനത്താൽ. ദൈവത്തിന്റെ വചനത്താലാണ് ഇവിടെ കാര്യങ്ങൾ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഓരോ സൃഷ്ടിയെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ പുറകിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവവചനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വന്നത് ഒന്ന് മനുഷ്യരൂപത്തിൽ, യേശുവിന്റെ രൂപത്തിൽ തന്നെ നമ്മുടെ അടുക്കലേക്ക് വെളിപ്പെട്ടു വന്നു. 2, ഓരോ സൃഷ്ടിയെയും നാം കാണുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കി സൂര്യനെ നോക്കുമ്പോൾ അതിന്റെ പുറകിൽ വെളിപ്പെട്ടു വന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന്റെ വചനം. കാരണം സൂര്യൻ ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ വചനത്തിന്റെ ശക്തിയാലാണ് സൂര്യൻ ഉണ്ടായത്. ഭൂമിയിൽ മൃഗജാലങ്ങൾ ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ വചനത്തിന്റെ ശക്തിയാലാണ് മൃഗജാലങ്ങൾ ഉണ്ടായത്. ഭൂമിയിൽ ഇങ്ങനെ ഓരോ സൃഷ്ടി, വെളിച്ചമുണ്ടാകട്ടെ, വിധാനമുണ്ടാകട്ടെ, വെള്ളമുണ്ടാകട്ടെ, സമുദ്രമുണ്ടാകട്ടെ, സമുദ്രത്തെ വിഭജിക്കുന്ന കാര്യമുണ്ടാകട്ടെ, ഇങ്ങനെ ഉണ്ടാകട്ടെ 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 ഉണ്ടാകട്ടെന്ന് ദൈവം ഓരോ വാക്കുകൾ കൽപ്പിച്ചപ്പോൾ ഭൂമിയിലെ സൃഷ്ടി മുഴുവൻ ഉളവായി വന്നു. അതുകൊണ്ട് ഓരോ സൃഷ്ടി മനുഷ്യ സൃഷ്ടി അല്ലാതെ, മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യ സൃഷ്ടി വചനത്താൽ ഉളവായി വന്നതല്ല, മനുഷ്യ സൃഷ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ഉളവായി വന്നതാണ്. ഇതാണ് മറ്റ് സൃഷ്ടിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. മറ്റെല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ വചനത്താൽ ഉളവായി വന്നപ്പോൾ മനുഷ്യ സൃഷ്ടി മാത്രം ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ഉളവായി വന്നു. അത്ര കെയറാണ്, അത്ര ബഹുമാനമാണ്, അത്ര ശ്രേഷ്ഠതയാണ്, അത്ര പ്രത്യേകതയാണ് ദൈവം മനുഷ്യന് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവർ തെറ്റിപ്പോകുമ്പോൾ ദൈവം ദുഃഖിക്കുന്നത്. ദൈവം നമ്മുടെ അതിനാവുമ്പോ ഈ കാളയും കഴുതയൊക്കെ എന്നെ അനുസരിക്കുന്നു, പക്ഷെ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ട് ഞാൻ സൃഷ്ടിച്ച, എന്റെ പ്രവൃത്തിയാൽ സൃഷ്ടിച്ച മനുഷ്യൻ എന്നെ അനുസരിക്കുന്നില്ലല്ലോ എന്ന ദൈവം ദുഃഖിക്കുന്നത്. കാരണം അങ്ങനെ ഈ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും, നമ്മളോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും, നമ്മൾ പരിചയമില്ലാത്ത ആരെങ്കിലും ഈ വഴിയെ പോകുമ്പോൾ ബസ്സിനകത്ത് ആരെങ്കിലും കാലെ ചവിട്ടിയാൽ, ഒരു വേദനിച്ചാൽ, സോറി പറഞ്ഞാലും ചില ചീത്ത വിളിക്കും. അതേസമയം ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കെയർ ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കരുതുന്ന, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, നമ്മുടെ കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ദേഷ്യപ്പെട്ടൊരു വാക്ക് പറഞ്ഞാൽ, നമ്മളെ മുഖം വേർപ്പിച്ച് കാണിച്ചാൽ, നമ്മളോട് നമ്മൾ പറയുന്ന ഒരു വാക്ക് കേൾക്കാതിരുന്നാൽ, നമ്മൾ വിളിച്ചാൽ വീട്ടിലേക്ക് വരാതിരുന്നാൽ, ഹൃദയം വിഷമമുണ്ടായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നിങ്ങനെ സംഭവിച്ചു, ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മൂടില്ല. കാരണം എന്താ? വ്യത്യാസം. നമ്മൾ ആ മനുഷ്യന് കൊടുക്കുന്ന കരുതലാണ്, ആ മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹമാണ്, അതാണ് വിഷമിക്കാനും കാരണമായി തീർന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവം തമ്പുരാൻ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഇത്രമാത്രം തകരുന്നത്, ദൈവം തമ്പുരാൻ മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ ഇത്രമാത്രം പ്രവർത്തിച്ചതിന്റെ കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ അനുഭവത്തിൽ തന്റെ കരങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ഓരോ സൃഷ്ടിയെ കാണുമ്പോഴും, മനുഷ്യനല്ലാത്ത മറ്റ് സൃഷ്ടികളെ കാണുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാക്യങ്ങൾ ഒരുപാടുണ്ട്. സങ്കീർത്തനം 33-6 വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം മൊത്തം അതാണ് പറയുന്നതെങ്കിലും 33 സങ്കീർത്തനത്തിന്റെ 6 വാക്യം വായിക്കാം. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. രണ്ടും കാണിക്കുന്ന ദൈവത്തിന്റെ വചനത്തെയാണ്. ദൈവത്തിന്റെ വാക്കിനാൽ ആകാശവും
അതിലെ സകല സൈന്യവും ദൈവത്തിന്റെ വചനത്താൽ ഉളവായി വന്നു. അതില് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ മെയിൻ പോയിന്റിൽ ഒന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എങ്ങനെ തെളിഞ്ഞു വന്നത്? ഉറങ്ങുന്നവരെല്ലാവരോടും ഒന്ന് പറഞ്ഞേ. എല്ലാവരും കേട്ടില്ലല്ലോ, ആരും ഉറങ്ങുന്നവരില്ല, അതുകൊണ്ട് ആരും പറയാൻ സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞത്, ഒന്ന് മനുഷ്യരൂപത്തിൽ യേശുവിന്റെ രൂപത്തിൽ ദൈവവചനം വെളിപ്പെട്ടു. രണ്ട് സ്പീച്ച് ഫോം. ആ സ്പീച്ച് ഫോമിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഉളവാകാൻ ശക്തിയുള്ള നിലയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വന്നു. രണ്ട് പേഴ്സണൽ അഡ്രസ്. പേഴ്സണൽ അഡ്രസ് പറഞ്ഞാൽ നമ്മളോട് വ്യക്തിപരമായി ദൈവം ഇടപെടുക, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ദൈവം സംസാരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദമിനോട് ദൈവം നേരിട്ട് സംസാരിച്ചു. നേരിട്ട് സംസാരിച്ച മുഴുവനും നമ്മൾ എന്താ പറഞ്ഞേ പറ്റത്തുള്ളൂ? ദൈവത്തിന്റെ വചനമാണ്, അല്ലേ? ദൈവത്തിന്റെ വചനമാണ്. നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ആദമിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇന്നിന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, നീ ഇന്നത് ചെയ്യരുത് എന്ന് വ്യക്തിപരമായി ഡയറക്റ്റ് ആയിട്ട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ദൈവവചനത്തിന്റെ വെളിപ്പാടാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ശബ്ദം ഡയറക്റ്റായിട്ട് കേൾക്കാൻ കഴിഞ്ഞ പല പ്രിയപ്പെട്ടവരുടെ കാണും. ആദവന് മാത്രമല്ല ദൈവത്തിന്റെ വചനം ഡയറക്റ്റ് കേൾക്കാനിടയായി. ദൈവത്തിന്റെ വചനം നേരിട്ട് കേൾക്കാനിടയായി തീർന്ന പ്രിയപ്പെട്ടവർ ഈ ഹോളിൽ ഇരിപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് നമുക്കുണ്ടായതാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട്, ഈ വചനത്തിന്റെ അല്ല, ഡയറക്റ്റ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന വെളിപ്പാട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2:16-17 വാക്യങ്ങളിൽ നമ്മളെ കാണുന്നത്. മൂന്നാമത്, ആ സ്പീച്ച് ഫോമിൽ ദൈവം ഇടപെട്ടത് God's word through human lips. മനുഷ്യന്റെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തിരിക്കുന്നു? ഭൂമിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പ്രോഫറ്റ്, പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അതെന്താ? ദൈവത്തിന്റെ വചനമാണ്. ദൈവദാസന്മാർ പ്രവചിക്കുമ്പോൾ, പ്രവാചകന്മാർ എന്തെങ്കിലും ദൈവവചനത്തിൽ പറയുമ്പോൾ, നമ്മെ ഉപദേശിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് തന്നെ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവരിലൂടെ ദൈവം സംസാരിച്ചപ്പോഴൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ ഏത് അരുളപ്പാട് പറയുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു വാചകം കൂട്ടിച്ചേർക്കുമായിരുന്നു, Thus says the Lord. എന്താ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞങ്ങളാണ് സംസാരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ നേരെ വരുന്നത്, യഹോവയുടെ വചനം ഞങ്ങളിലൂടെ നിങ്ങൾക്ക് വെളിപ്പെട്ടു വരികയാണ്. എന്നാൽ അല്ലാതെ പ്രവചിച്ച പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്നല്ലാതെ പ്രവചിച്ച പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്നത് ദൈവം അവരെ പണിഷ് ചെയ്യുമെന്ന്. ഒരൊറ്റ പ്രവാചകനും അവരവരുടേതായ നിഗമനത്തിൽ സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. 1-2 വാക്യങ്ങൾ അതിനോട് ചേർന്ന് വായിച്ചാട്ട്. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധിച്ചു കേട്ടോണേ. ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പറയേണ്ടത്. യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, അതിന് അണ്ടർലൈൻ ചെയ്തോണം. സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്കയ്യോ കഷ്ടം. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആശയപ്രകാരം Thus says the Lord എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ, ഗെറ്റിംഗ് ദ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ, നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എന്തോ സ്വപ്നങ്ങൾ, ഇതൊക്കെ ദൈവത്തിൽ നിന്നാണ് എന്ന് ഉറപ്പുകൂടാതെ
ഒരു വ്യക്തി സംസാരിച്ചാൽ thus says the Lord എന്ന വാക്ക് അതിനോട് കൂടെ ആഡ് ചെയ്താൽ ദൈവം പറയുന്നത് അവനെ ശൂന്യമാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ചാൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. Deuteronomy chapter 18 verses 20 to 22. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ എന്ത് ചെയ്യണമെന്ന്? മരണശിക്ഷ അനുഭവിക്കണം. കാരണം എന്താണെന്നറിയാമോ? പ്രവാചകന്മാർ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വരികയാണെന്നാണ് സർവശക്തനായ ദൈവം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ജനം കാണുന്നത് ദൈവത്തിന്റെ വചനം ഈ പ്രവാചകന്റെ അധരത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വരുന്നു എന്ന ചിന്തയോടെ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കുകയും, എന്നാൽ ഈ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതാണ് ജനത്തോട് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ചീറ്റിംഗ് എന്നാണ്. ജനത്തെ വഞ്ചിക്കുക, പിന്നെ ആരെ വഞ്ചിക്കുക? എന്നാൽ ദൈവത്തെ വഞ്ചിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് അവൻ ഏത് ശിക്ഷ കൊടുക്കുമെന്ന? മരണ ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഈ നിലയിലും വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇനി മൂന്നാമത് ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാണ് നമ്മൾ സവിസ്തരമായി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. ഇൻ റിട്ടൺ ഫോം. എഴുതപ്പെട്ട രൂപത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയം ഈ ദൈവവചനം എന്റെ കരത്തിലെടുത്തു വയ്ക്കുമ്പോൾ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവവചനം ഇല്ലായിരുന്നെങ്കിൽ യേശു തമ്പുരാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരു ഓറൽ ട്രഡീഷനായിട്ട് മാത്രം നിൽക്കത്തേ ഉള്ളായിരുന്നു. ഓറൽ ട്രഡീഷനായിട്ട് നിന്നിരുന്നെങ്കിൽ സംശയങ്ങളുടെ കൂമ്പാരമായിരുന്നു. കാരണം ആളുകൾ പറഞ്ഞു വന്ന ഒരു സിദ്ധാന്തം മാത്രമായിരുന്നെങ്കിൽ, ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ അത് വിശദീകരിക്കാം. ഇന്ന് നമ്മൾ പറയുമല്ലോ, ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുമല്ലോ, കേരളത്തിൽ ക്രിസ്ത്യാനിത്വം ആദ്യം കൊണ്ടുവന്ന ആരാ? പറഞ്ഞേ, ലൗഡർ പ്ലീസ്. സെന്റ് തോമസ്. എന്ന് നിങ്ങൾക്കറിയാമോ? സെന്റ് തോമസ് ആണ് കേരളത്തിൽ വന്നതെന്നും സെന്റ് തോമസ് ഇങ്ങനെ നടന്ന് എല്ലായിടവും പോയി എന്നുമൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് സഭാ ചരിത്രം എഴുതാൻ തുടങ്ങിയ ആളുകൾ എഴുതി വെച്ച റെക്കോർഡല്ലാതെ, അതും അവര് തന്നെ സമ്മതിക്കുന്നത് അതുവരെ പറഞ്ഞ് കേട്ട കാര്യത്തിൽ നിന്ന് ഞങ്ങൾ എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ ചരിത്രത്തിന് ആധികാരികതയില്ലാതെ ഇപ്പോഴും നിൽക്കുക. സഭാ ചരിത്രം പഠിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകും പല ട്രഡീഷനാണ് ഇപ്പോഴുള്ളത്. സെന്റ് തോമസ് കേരളത്തിൽ വന്നെന്ന് പറയുന്നു, അല്ല ബെർത്തിമായി എന്ന ശിഷ്യനാ കേരളത്തിൽ വന്നെന്ന് പറയുന്നു. സെന്റ് തോമസ് കൊടുങ്ങല്ലൂരാ വന്നെന്ന് പറയുന്നു. കൊടുങ്ങല്ലൂരാ വന്നെന്ന് പറയുന്നു. അല്ല, അടുത്ത ട്രഡീഷൻ പറയുന്ന സെന്റ് തോമസ് ഗുജറാത്തിലാണ് വന്നതെന്ന്. അതിന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ട്രഡീഷനും സൗത്ത് ഇന്ത്യൻ ട്രഡീഷനും സഭാചരിത്രം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. അതുകൊണ്ട് തന്നെ സെന്റ് തോമസ് ലീഗ കേരളത്തിൽ വന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. എനിക്കൊന്ന് അത് വിശ്വസിക്കാത്ത ആരിലൂടെ ഉണ്ടോ? പക്ഷെ അതിന് ഇപ്പോഴും സംശയമാണ്. ഞാൻ പറഞ്ഞു, സംശയത്തോടുകൂടെ മാത്രമേ തോമസ് ലീഗ 52 കേരളത്തിൽ കാലുകുത്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം പല ട്രഡീഷനും ഓറൽ ട്രഡീഷനായി ഇങ്ങനെ വന്നതുകൊണ്ട് അന്ന് തൊട്ടേ ആളുകൾ പറഞ്ഞ് എപ്പോഴും പറഞ്ഞു വരുന്ന കാര്യത്തിൽ കറുപ്പ് ഛർദ്ദിച്ചാൽ അത് കാക്കയെ ഛർദ്ദിച്ചതാകും. വാസ്തവല്ലേ? പറഞ്ഞു വരുന്ന കാര്യത്തിൽ ഓറൽ ട്രഡീഷൻ മാത്രമാണെങ്കിൽ, റിട്ടൺ ഫോമില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന്. കാരണം 1-ാം നൂറ്റാണ്ടിൽ യേശു തമ്പുരാൻ സാക്ഷാൽ ദൈവമായിരുന്ന നമ്മുടെ കർത്താവ് മാനുഷിക രൂപമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്ന് സ്വർഗീയ ദർശനങ്ങളെ, സ്വർഗീയ ഇഷ്ടങ്ങളെ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ
ഭൂമിയിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ മാത്രം പഠിപ്പിച്ച് നിൽക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. കർത്താവ് ആഗ്രഹിച്ചു അതിന്റെ ആധികാരികത ഒട്ടും നഷ്ടപ്പെടാതെ ഈ ഭൂമി ഉള്ളിടത്തോളം യേശുവിന്റെ വചനം ഭൂമിയിലുള്ള സകല ജാതികളും കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ തന്റെ ജനത്തെ, തന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ തിരുവചനം എഴുതി, പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ എഴുതി ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു സംശയം കൂടാതെ ദൈവഹിതം ഈ സ്റ്റേജിൽ നിന്നും വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമുള്ള കരങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം വേദപുസ്തകം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട രൂപത്തിൽ കിട്ടിയത് കൊണ്ടാണ് ഓരോ ഉപദേശത്തിൽ നിൽക്കാൻ നമുക്ക് ഇടയായിത്തീരുന്നത്. സംശയങ്ങൾ വരുമ്പോൾ ദൂരീകരിക്കാൻ കഴിയുന്നത്, ഏതാ സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ അഭിപ്രായങ്ങൾ ആയിരക്കണക്കിന് മുളച്ചു വരുമ്പോഴും അതൊന്നും ശരിയല്ല, ദൈവത്തിന്റെ വചനമാണ് വാസ്തവം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള സ്വർഗരാജ്യത്തിന്റെ ഇഷ്ടത്തിന്റെ ക്യാനോനായിട്ട്, മെഷറിംഗ് റോഡായിട്ട്, അളവുകോലായിട്ട് ഇന്നും നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിന്റെ കാരണം ദൈവം വചനരൂപത്തിൽ നമ്മുടെ മധ്യേ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവം റിട്ടൺ ഫോമിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ വചനത്തെ പറ്റി അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കും. അടുത്ത ആഴ്ചയിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ വചനത്തിന്റെ പ്രത്യേകതകൾ, നിസ്തുലതകൾ മാത്രമല്ല, ഈ വചനത്തിൽ ഇപ്പോൾ നമുക്ക് പലരും എന്നോട് ഇവിടെയൊക്കെ ചോദിച്ചിട്ടുള്ള, ഓരോ വീടുകളിൽ കയറുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഞങ്ങളുടെ പുസ്തകത്തിൽ 66 പുസ്തകം അല്ലല്ലോ ഉള്ളത്, ഇത്ര പുസ്തകങ്ങളുടെ എക്സ്ട്രാ ഉണ്ടല്ലോ, എന്താ നിങ്ങൾ അത് വിശ്വസിക്കാത്തെ, എന്താ നിങ്ങൾ അത് ഉൾപ്പെടുത്താത്തെ, 66 പുസ്തകമേ ഉള്ളൂ എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, എന്തുകൊണ്ട് ഈ അപ്പോസ്തല പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൂടാ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ആ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുന്നതിന് ഇടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് സന്ധ്യാസമയം ഈ ക്ലാസ്സിൽ ഞാൻ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹത്തിന് കാരണമായി ദൈവം എനിക്ക് ദൈവവചനത്തിന്റെ ചില വാസ്തവങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നു എന്ന് നിശ്ചയമുള്ള ദൈവമക്കൾ ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്നോട് ഇടപെട്ടു. എനിക്ക് വന്നത് അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് എനിക്ക് ചില കാര്യങ്ങളൂടെ വെളിപ്പെടുത്തി തന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് എടുത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നെങ്കിലും ആർക്കെങ്കിലും വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ള ദൈവമക്കൾ മുന്നോട്ട് കടന്നു വന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ ബ്രദർ ജേക്കബ് തോമസ് ഇപ്പോൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായി.